ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗോ ചാർട്ടിംഗ് 5 പൈസ ഗ്രേറ്റ് ഈഗിൾ ടെക് പവേർഡ് ബൈ മലോ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മൂന്നാമത്തെ പ്രാവശ്യമാണ് വീഡിയോ റെക്കോർഡ് ചെയ്യണത്. ഓരോ പ്രാവശ്യം വീഡിയോ റെക്കോർഡ് ചെയ്യും, ഓരോ കോളും വാട്സാപ്പിലും മറ്റൊക്കെ വരുന്ന സമയത്ത് ആ ഡിസ്റ്റർബൻസ് വരും, പിന്നെ വീഡിയോ വീണ്ടും കട്ടാവും. സോ ഫൈൻ ആൻഡ് ഫോർമോസ്റ്റ് രീതിയിൽ ഒരു വീഡിയോ റെക്കോർഡിങ്ങിലേക്ക് പോകാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് എല്ലാം കട്ട് ചെയ്ത് തേർഡ് ടൈമിൽ വീഡിയോ റെക്കോർഡ് ചെയ്യണം. ഒന്നിൽ പഴിച്ചാൽ മൂന്നായിരിക്കും. ഒന്നിലോടുകൂടി നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. പൊതുവെ ഇന്ന് നിഫ്റ്റി 24,340 ഭാഗത്തേക്ക് ഗ്യാപ്പ് ഓപ്പൺ ചെയ്തു, 150 ഭാഗത്തൊക്കെ ഓപ്പൺ ചെയ്തു. അവിടെ തന്നെ സ്ട്രൈറ്റ് സെല്ലിംഗ് എടുത്തു. നമ്മളിപ്പം നിഫ്റ്റി എൻ്ററായി നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. നമ്മുടെ ഈ ഒരു POC, അതായത് നമ്മുടെ 4 മാർച്ചിൻ്റെ POC ആയ 23,409 ഏകദേശം അടുപ്പിച്ച് അവിടെ വന്ന് തന്നെ കൃത്യമായിട്ട് റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് ഇറങ്ങി വന്നൊരു മാർക്കറ്റായിരുന്നു ഇന്ന് കൃത്യമായി നോക്കിയാലും. സോ നിഫ്റ്റിയിലൊരു ഓപ്പൺ OAOR ആയിരുന്നു. ആ OAOR ചേഞ്ച് ചെയ്ത് ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് അപ്പായിട്ട് മാറിയിട്ട്, പക്ഷേ ORR അപ്പും ഫെയിൽഡ് ആയിട്ട് താഴേക്ക് ഇറങ്ങി. എക്സ്റ്റൻഷൻ പീരീഡിൽ ഈ പീരീഡിൽ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി EFഉം Gയും പുതിയ ലോ അടിച്ച്. സോ OAORലെ G ട്രേഡ് സെറ്റപ്പ് പ്രകാരം G പുതിയ ലോ അടിക്കുകയും ചെയ്ത് മാർക്കറ്റ് H പീരീഡിൽ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്ന് റിവേഴ്സ് ചെയ്ത് ഇന്നലത്തെ വാല്യൂ ഏരിയ ലോയുടെ അടുപ്പിച്ച് 24,187 ഇന്നത്തെ POC എക്സാക്ട്ലി അവിടെ വന്ന് ക്ലോസ് ചെയ്ത ദിവസമായിരുന്നു കൃത്യമായിട്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഡൗൺ ഡേ ആയിട്ടാണ് നിഫ്റ്റി നിൽക്കുന്നത്. ORR ഫെയിൽഡ് ആയിട്ട്, പിന്നെ അതുകൊണ്ട് ഞാൻ ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമെന്ന് വേണമെങ്കിൽ പറയാം, തെറ്റൊന്നുമില്ല. സോ നിഫ്റ്റിയിൽ ഇനി ഇന്നത്തെ വാല്യൂ ഏരിയ ഹൈ 24,300 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ വീണ്ടും ഒരു ബുള്ളിഷ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ കാണുന്നുള്ളൂ. അത് മാക്സിമം പോയാൽ ഈ പീരീഡിൻ്റെ സിംഗിൾ പ്രിന്റിനെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പകരം രണ്ടാമത് ഇനി ഈ ലോ അല്ലെങ്കിൽ 24,110 100 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോ പൊട്ടുകയാണെങ്കിൽ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി ഈ POCയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേഴ്ഷൻ സെറ്റപ്പും തരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇതാണ് എനിക്ക് ട്രേഡിൻ്റെ കേസിൽ പറയാനായിട്ടുള്ള കാര്യം. അപ്പം നമുക്ക് നോക്കേണ്ടത് ഇന്നത്തെ POC വന്നിരിക്കുന്നത് 24,187 ഭാഗത്തേക്കാണ് POC. സോ ഞാൻ ആ POC ആൾറെഡി 182 ഭാഗത്തേക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ബൈ 24,300 ഇന്നത്തെ വാല്യൂ ഏരിയ ഹൈക്ക് മുകളിലായിരിക്കും നിഫ്റ്റിയിൽ ബൈ ഉള്ളത്. ആ ബൈ ഫസ്റ്റ് ടാർഗറ്റ് 24,345 എന്ന് പറഞ്ഞാൽ ഈ പീരീഡിൻ്റെ ഈ ബിയുടെ ഹൈയുടെ ഭാഗത്തേക്ക് 24,345 ഭാഗത്തേക്കും അതിന് മുകളിൽ 25,400 എന്ന് പറയുന്നത് പീരീഡിൻ്റെ ഹൈയുടെ ഭാഗം 24,400 ഭാഗത്തേക്കും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 24,450 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇന്നലത്തെ സെയിം എക്സാക്ട് ലെവൽ തന്നെയായിരിക്കും ഇന്ന് മാർക്ക് ചെയ്യുന്നത്. ഇനി സെല്ലിങ്ങിന് ഒരു മാറ്റമില്ല. ഇന്നത്തെ ബെയറിഷ് റെഫറൻസ് 24,100 താഴെ സെല്ലിങ് സ്റ്റാർട്ട് ചെയ്ത് ഈ ഫസ്റ്റ് വരുന്നത് ഈ POC 24,30 എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്രോസിംഗ് 24,450 ഭാഗത്തേക്കും അതിന് താഴെ 24,048 24,048 24,048 ഭാഗത്തേക്കും സെക്കൻഡ് 23,998 ഇന്നലത്തെ പഴയ POC ആണ്. ഇന്നലത്തെ അല്ല, ഈ POC ഏത് ദിവസം POC ആണ് നമ്മൾ നിൽക്കുന്നത് 10 ഏപ്രിൽ. അതിന് താഴെ 23,949 എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ഏരിയ ലോയുടെ ഭാഗത്ത് 23,949 എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ഏരിയയുടെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ബെയറിഷ് റെഫറൻസ് ലെവൽ സെയിം ആയിട്ട് വർക്ക് ചെയ്യും, ബാക്കി ബുള്ളിഷും സെയിം തന്നെയാണ്. സോ ചെറിയൊരു സ്ലൈറ്റ് ഡിഫറൻസ് മാത്രമേ ഈ നമ്മുടെ ടാർഗറ്റിന് ഉള്ളൂ. ഇതാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയാനുള്ള ആ ഒരു കാര്യം. ഇനി നമുക്ക് നോക്കേണ്ട ബാങ്ക് നിഫ്റ്റി. ഞാൻ ഇന്നലെ പറഞ്ഞു ബാങ്ക് നിഫ്റ്റി 56,500 ഭാഗത്ത് ബാങ്ക് നിഫ്റ്റിയിൽ 57,000 ഭാഗത്ത് 56,800 അവിടെ ബാങ്ക് നിഫ്റ്റിക്ക് ഇപ്പോഴും സെല്ലിംഗ് ഉണ്ട്. ഇന്നും OAOR ആയിട്ട് ഓപ്പൺ ചെയ്തു ഇല്ല. OAIR സെയിം റേഞ്ചിൽ തന്നെ പ്രൊഫൈലിൻ്റെ ഭാഗത്തൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ OAIR ഓപ്പൺ ഓപ്ഷൻ ഇന്ന റേഞ്ചായിട്ട് ഓപ്പൺ ചെയ്ത് ORR അപ്പ് ഫെയിലായിട്ട് താഴേക്ക് ഇറങ്ങി വന്ന് ഈ പീരീഡിൽ നിഫ്റ്റി തന്നതുപോലെ ഒരു സിംഗിൾ പ്രിന്റ് ക്രിയേറ്റ് ചെയ്ത് എക്സ്റ്റൻഷൻ തന്ന ദിവസമായിരുന്നു. H പീരീഡിൽ പുതിയ ലോ അടിച്ചു, പക്ഷേ 55,867 ഭാഗത്തുള്ള ആ സ്ട്രോങ് സപ്പോർട്ട് ഇപ്പോഴും ആക്ട് ചെയ്തതുകൊണ്ട് അവിടെ നിന്ന് റിവേഴ്സ് ചെയ്ത് മാർക്കറ്റ് ഫോർവേഡ് ചെയ്തത്. POC നിൽക്കുന്നത് 56,090
56,096 ഭാഗത്തേക്കാണ് പി ഒ സി. ഞാൻ ആ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്തു. 56,096 ഭാഗത്തേക്ക് ആ പി ഒ സി കൊണ്ടുവന്നു. ഈ 55,867 താഴെയാണ് ഞാൻ സെല്ലിങ്. അത്രയാണ് 55,860 55,867 ഈ വാല്യൂവിലേക്ക് താഴേക്ക് സെല്ലിങ് എടുക്കും. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങോട്ട് വെക്കുക, ഈ ഒരു ക്ലോസിംഗ് ആയ 55,700 ഭാഗത്ത്. സെക്കൻഡ് ഈ ഒരു ഏരിയ 55,535. തേർഡ് ഈ പി ഒ സി ആയ 55,390 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഈ വാല്യൂ ഏരിയ ഹൈ 56,500 മുകളിൽ ബൈ. ഫസ്റ്റ് 56,627 ഈ ഒരു ഡിയുടെ ഹൈ. സെക്കൻഡ് 56,800 ഈ ഒരു ഏരിയ. തേർഡ് എത്രയാണ് 56,600 56,627. സെക്കൻഡ് 56,800. തേർഡ് 56,955 ഭാഗത്തേക്ക് വരും. ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള ദിവസം. ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ഫെയിലായ ദിവസമാണ്. ഒരു ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡൗൺ ഡേ ആണ് ബാങ്ക് നിഫ്റ്റിയും ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡൗൺ ഡേ ആണ്. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് എ ട്രെൻഡിങ് ഡേ ആണ്. സോ ഇന്നത്തെ വാല്യൂ ഏരിയ ഹൈക്ക് മുകളിൽ മാത്രമേ നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും ഒരു ഷോർട്ട് കവറിംഗ് റാലിക്ക് ഇനി പോസിബിലിറ്റി കാണുന്നുള്ളൂ. മിഡ് ക്യാപ്പ് ഞാൻ പറഞ്ഞു പി ഷേപ്ഡ് പ്രൊഫൈലായിരുന്നു ഇന്നലെ. മാർക്കറ്റ് ആ പിയെ റെസ്പെക്ട് ചെയ്തു, പിയുടെ വാല്യൂ ഏരിയ റെസ്പെക്ട് ചെയ്തുകൊണ്ട് മാർക്കറ്റ് കയറിപ്പോയ ദിവസമായിരുന്നു മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. പി ഒ സി വന്നിരിക്കുന്ന 13,621 ഭാഗത്താണ്. ഒരു ഓപ്പൺ ഓപ്ഷൻ OA ആയിരുന്നു. അത് ഗ്യാപ്പ് ഓൾമോസ്റ്റ് എഫിൽ തന്നെ ഫില്ല് ചെയ്തു, റിജക്റ്റ് ചെയ്ത് പോയ ദിവസമായിരുന്നു. സോ പി ഒ സി 13,622 ഭാഗത്തേക്ക് നിൽക്കുന്നു. ബെയറിഷ് റെഫറൻസ് ഈ വാല്യൂ ഏരിയ ലോ, ഇന്നലത്തെ വാല്യൂ ലോയ്ക്ക് താഴെ ബെയറിഷ് റെഫറൻസ് എടുക്കാം. 13,520 13,527 താഴെ സെല്ലിംഗ് എടുക്കുക. ഫസ്റ്റ് ടാർഗറ്റ് 13,480 ഭാഗത്തേക്ക് എത്രയാണ് 13,480 ഭാഗത്തേക്ക് വരാം. തേർഡ് 13,427 ഈ ഒരു ഏരിയ 427 ഭാഗത്തേക്കും. തേർഡ് 13,375 എന്ന് പറഞ്ഞാൽ ഈ ഒരു എല്ലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് ഡൗൺ സൈഡ് റെഫറൻസ് ലെവൽ. ഇനി ബുള്ളിഷ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി ബൈ എടുക്കണം. നിങ്ങളിപ്പോൾ നിൽക്കണം ഈ ഒരു ഏരിയ കണ്ടോ, ഈ 13,750 മുകളിൽ മാത്രമേ ഞാൻ ബൈ എടുക്കുന്നുള്ളൂ. അങ്ങനെയാണ് ഫസ്റ്റ് 814, സെക്കൻഡ് 854, തേർഡ് 905 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കൂടുതലാണ്. മിഡ് ക്യാപ്പ് ഒരു ബാലൻസ് ആയിരുന്നു. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഡിസ്ട്രിബ്യൂഷൻ ഡൗൺ, ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡൗൺ ഡേ ആണ്. ഇറ്റ്സ് എ ട്രെൻഡിങ് ഡേ ആണ്. സോ ഇന്നത്തെ ലോവർ ലെവൽ പൊട്ടുകയാണെങ്കിൽ സെല്ലിങ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ആയിരിക്കും നിഫ്റ്റിക്കും കാണുന്നത്, ബാങ്ക് നിഫ്റ്റിയും കാണുന്നത്. സോ എല്ലാവരും കൃത്യമായി ഈ ലെവൽ മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. നമ്മുടെ മെൻറ്റർഷിപ്പ് ബാച്ചിലുള്ളവർക്കെല്ലാം ഇന്ന് ഓപ്ഷൻസിൻ്റെ ടേബിൾ ട്രിഗർ ആയിരുന്നു. നിഫ്റ്റിയുടെ കോളും ബാങ്ക് നിഫ്റ്റിയുടെ കോളും കിട്ടിയത് ചിലർ ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചെയ്തിട്ടില്ല, കാരണം ആദ്യത്തെ 10 മിനിറ്റ് ഞാൻ വാച്ച് ചെയ്തുകൊണ്ട് ചെയ്തില്ല. പക്ഷേ എനിക്ക് ജെയിംസ് ക്യാൻഡിൽ ജോക്കർ പീരീഡ് ട്രേഡ് കിട്ടി, പിന്നെ നിഫ്റ്റിയിൽ പുട്ട് സൈഡിലെ ട്രേഡും കിട്ടിയത്. ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു ട്രേഡിങ് കിട്ടിയ ദിവസം കൂടെ ആയിരുന്നു മാർക്കറ്റിൽ കൃത്യമായിട്ട് കടന്നു പോയത്. സോ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മുടെ ഏപ്രിൽ മാസത്തെ ബാച്ച് മെൻറ്ററിങ് ബാച്ചിൻ്റെയും മെമ്പർഷിപ്പ് ബാച്ചിൻ്റെ ക്ലാസ് ഇൻഡക്ഷൻ ക്ലാസ് തുടങ്ങിയാണ്. സോ നിങ്ങൾക്ക് എൻ്റെ മെൻറ്റർഷിപ്പ് ബാച്ചിൽ കൂടെ ജോയിൻ ചെയ്യണം, ഒരു പ്രോഫിറ്റബിൾ രീതിയിൽ ട്രേഡിനെ അപ്രോച്ച് ചെയ്യണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ തമിഴിനെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഡേ.